ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. എനിക്കാണെങ്കിൽ കുറേ മെയിൽസ് വരാറുണ്ട്. യൂട്യൂബിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഗ്രോത്ത് ആയത്, യൂട്യൂബിൽ നമുക്ക് എങ്ങനെ സക്സസ് ആവാം, ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് എണ്ണയില്ലാത്ത അത്രയും മെയിൽസാണ് വരിക. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ബി കൺസിസ്റ്റൻറ്റ്. യൂട്യൂബിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമാണ് നമ്മുടെ വീഡിയോ അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ. വെള്ളകാലത്തൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് നമ്മൾ എത്ര ഹാർഡ് വർക്ക് എത്ര ക്വാളിറ്റിയിൽ ഇട്ടിട്ടും കാര്യമില്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്താൽ മാത്രമാണ് യൂട്യൂബിൽ ഒരു കാര്യം ഉണ്ടാവുള്ളൂ. സ്വന്തമായിട്ട് ഒരു റിലീഫ് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ടാണ് യൂട്യൂബിൽ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങൾ വീക്കിലി വൺസ് ഒക്കെ വീഡിയോ ഇട്ടാൽ മതി. അതല്ല, യൂട്യൂബിൽ നിന്ന് നല്ലൊരു ഏണിങ്സ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം നന്നായി ഏൺ ചെയ്യുന്നുണ്ട്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ടും ഫോക്കസ് ആയിട്ടും പോകുന്നതുകൊണ്ടാണ് കേട്ടോ. യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 3-4 വർഷം മുന്നാണെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു 1 ഇയർ ആയിട്ടുള്ളൂ. അന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഇന്ന് വരെ ഒറ്റ ദിവസം പോലും വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഒരു ഏണിങ് ഒരു സോഴ്സ് ആക്കിയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഈ കിടക്കുന്ന കവർ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുറേ പേർക്ക് അറിയായിരിക്കും. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടി കഴുകി ഉണക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പേരയുടെ തലയൊന്ന് വെട്ടണം, അത്ര പൊക്കത്തിൽ വിടണ്ടെന്ന് അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ അത് വെട്ടാൻ പോയതാണ്. പക്ഷെ അത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വെറുതെ ഈ വടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഹോണ്ട് ചെയ്യുവാണ്. അത്രയ്ക്കും അടി വാങ്ങി കൂട്ടിയുണ്ട് പേരവടിയും കൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.